വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ USS എക്സാം ഇങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളെ USS പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ അല്ലെങ്കിൽ എല്ലാ കൊല്ലം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടെ സെറ്റ് ആക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അയച്ചേക്കുക. അതേപോലെ തന്നെ ആ ഷെയർ ബട്ടൺ ഒക്കെ ഞെക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. പെട്ടെന്ന് അയച്ചു കൊടുക്കുക. എത്ര പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അത്രയും പേർക്ക് അല്ലെ, അത്രയും ആൾക്കാർക്ക് കിട്ടട്ടെ. USS കിട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. വേഗം ലൈക്ക് അടിക്കുന്നവർക്കൊക്കെ കിട്ടട്ടെ. ഇതേ ആദ്യം തന്നെ എന്റെ മക്കൾ കിടിലൻ ഓൾ ദ ബെസ്റ്റ് തന്നിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായിട്ടുണ്ട് എന്റെ പൊന്നു മക്കളെ. പരീക്ഷ എടുക്കാനായി. ഇനിയിപ്പോ നോക്കാൻ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ ക്വസ്റ്റ്യൻ ഇതാ 1800 ഘടകങ്ങളുടെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കും. 1800 അതുപോലെ ഈ സാധനമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 1800 എങ്ങനെയാ ചെയ്യുന്നത്? 3 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് തന്നു കഴിഞ്ഞാൽ ഹൗ മെനി ഫാക്ടേഴ്സ് ഓഫ് 1800? എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ്. ചേട്ടാ പൊന്നു മോനെ, ഘടകങ്ങളുടെ ചോദ്യം കണ്ടാൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. ആൻസർ ഒരേ പൊളി സെറ്റ് ആയിരിക്കും. ആദ്യത്തെ കാര്യം എന്താന്ന് ചോദിച്ചാല് ഈ മുകളിലുള്ള നമ്പറുകൾ ആദ്യമല്ല താഴെയുള്ള നമ്പർ ഏതാ നമ്പർ നോക്കാം. എടാ താഴെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 1800 ഈ ചെങ്ങായിമാര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 3 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ ആണെന്ന്. അവിടെ താഴെയുള്ള നമ്പർ 3, 2, 5 ആ 3 നമ്പറുകളും അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് ആണ്. ആരൊക്കെയാണ്? ദാ ഇവൻ 3 നമ്പറുകളും പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണ്. എന്താ മോനെ അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അത് പഠിക്കണം ആദ്യം. ഞാൻ മുന്നത്തെ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ്. 2, 3, 5, 7 അങ്ങനെ പോകുന്നതൊക്കെ അഭാജ്യ സംഖ്യകളാണ്. അവിടെ അഭാജ്യ സംഖ്യയാണെന്ന് മനസ്സിലാക്കിയ ഘടകങ്ങൾ കാണണമെങ്കിൽ അല്ലേ, ഘടകങ്ങൾ ഫാക്ടേഴ്സ് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ 3ന്റെ അടുത്ത നമ്പർ എടുക്കാം. സോറി, ഈ മുകളിലുള്ള ഈ 2നോട് 1 കൂട്ടാം. എപ്പോഴും മുകളിലുള്ള നമ്പറിനോട് 1 കൂട്ടണം. അതുപോലെ ഈ 3നോട് എന്ത് ചെയ്യണം? 1 കൂട്ടണം. ഈ 2നോട് എന്ത് ചെയ്യണം? 1 കൂട്ടണം. എല്ലാ നമ്പറുകൾ കൊണ്ടും എന്ത് ചെയ്യുക? 1 കൂട്ടിയിട്ട് എല്ലാം കൂടെ ഗുണിക്കുക. ഒന്ന് ഗുണിച്ച് നോക്കല്ലേ നമുക്ക്. എന്താ ഗുണിക്കുക? 2 1 കൂട്ടിയാൽ 3 ഇൻറ്റു 3 1 കൂട്ടിയാൽ 4 ഇൻറ്റു 2 1 കൂട്ടിയാൽ 3. സെറ്റ് ആണല്ലോ. 3 4 12 3 36. ദേ നമ്മുടെ ഉത്തരം. എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, ഒരേ പൊളി എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യടാ. അത്രക്ക് എത്ര ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇട്ട് തരുന്നല്ലേ. കമന്റ് ചെയ്യും. നമുക്ക് ഇതുപോലൊരു ചോദ്യം നോക്കാം. ഇവിടെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. ഈ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? ഈ നമ്പറിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഏതാണ്? 2⁻3 ഇൻറ്റു 3⁻4 ഇൻറ്റു 4�5. എന്താ മോനെ, ഇതിലൊരു പെശക് കളിക്കാറുണ്ട്. ഏതാണത്? എടാ മോനെ, ഇത് 2 ഇത് 3 രണ്ടും പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകളാണ്. പക്ഷെ ഈ ചെങ്ങായി അഭാജ്യ സംഖ്യ അല്ല, അതൊരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് അതിനെ പ്രൈം ആക്കണം. പ്രൈം ആക്കാൻ എങ്ങനെയാ ചോദിച്ചാൽ 4ന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്താ? പ്രൈം നമ്പർ ആക്കിയിട്ട് 2 ഇൻറ്റു 2 എഴുതാം. എന്താ പോലെ 2 ഇൻറ്റു 2 പ്രൈം നമ്പർ അല്ലേ? ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ ഈ സാധനം അതേപോലെ എഴുതാം. 2 ക്യൂബ് ഇൻറ്റു 3⁻4 ഇൻറ്റു 4ന് പകരം 2 ഇൻറ്റു 2 പിന്നെ മുകളിലൊരു 5 ഉണ്ട്. ഓക്കെ, ഒന്നുമില്ല, 4 ഒരു പ്രൈം അഭാജ്യ അല്ല. അതുകൊണ്ട് അതിന് പകരം 2 ഇൻറ്റു 2 എടുക്കാം. സെറ്റ് അല്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് ഈ 2നും 5 കൊടുക്കണം, ഈ 2നും 5 കൊടുക്കണം. 2 പേർക്കും 5 കൊടുത്തേ പറ്റൂ അല്ലേ? അരക്കൊരു മുട്ടായി എന്നാ എന്റെ അനിയത്തിക്ക് അല്ല എന്റെ കുഞ്ഞോൾക്കും ഒരു മുട്ടായി എന്നാ കുഞ്ഞോനും കൊടുക്കേണ്ടി വരൂലേ? അതാ പരിപാടി. അപ്പൊ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇത് അതേപോലെ ഇത് 2⁻3 ഇൻറ്റു 3⁻4 ഇൻറ്റു ഈ മാങ്ങാത്തോലി, സോറി ഈ ഇതെങ്ങനെ ഇതാ 2⁻5. ആദ്യത്തെ 5 കൊടുത്തു, അടുത്ത 2നും 5 കൊടുത്തു. നോക്ക്, ഇതിനും കൊടുത്തു, ഇതിനും കൊടുത്തു. ഒരേപോലെ സെറ്റല്ലേ? അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഗ്യാങ്ങുകൾ ഉണ്ടോ നോക്ക്. എടാ മോനെ നോക്ക്, ഇവിടെ 2 3 എണ്ണം, ഇവിടെ 2 5 എണ്ണം, ഇവിടെയും 2 5 എണ്ണം. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് നോക്ക്. ഇവിടെ 2 3 എണ്ണം 3, ഇവിടെ ടോട്ടൽ 2 5ഉം. അപ്പൊ 8 എണ്ണമായി ടോട്ടൽ. ഇവിടെ 8 5ഉം
13 ഉണ്ട്. അതായത് 2 എത്ര ആൾക്കാരുണ്ട് മച്ചാ? 2 എത്ര ആൾക്കാരുണ്ട്? 13 ഇവിടെ 3/4. ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരണം. ഞാനിപ്പോ എന്താ ചെയ്തത്? ആദ്യം ഒരു പ്രശ്നക്കാരനെ കണ്ടുപിടിച്ചു. ഏതാ കുഞ്ഞോനെ നോക്ക്, 4. മോന് പകരം 2 അഭാജ്യ സംഖ്യകൾ 2x2 എഴുതി. ഈ 5 അതേപോലെ എഴുതി. ഈ 2നും 5 കൊടുത്തു. ഈ 2നും 5 കൊടുത്തു. സോറി പൊളി. ഇവിടെ ഗ്യാങ്ങുകൾ ഏതൊക്കെയാ നോക്ക്. 2/3, 2/5, 2/5 ഓലൊക്കെ കൂട്ടി യോജിപ്പിച്ചപ്പോ നമുക്ക് 2/13 കിട്ടി. ശേഷം ഫാക്ടേഴ്സ് കാണാൻ നേരത്തെ മാതിരി അടുത്ത നമ്പർ എടുക്കാൻ മറക്കല്ലേ. 13ന്റെ അടുത്ത നമ്പർ 13നോട് 1 കൂട്ടുന്നു. ഇൻറ്റു അടുത്തത് 4നോട് 1 കൂട്ടുന്നു. 1 കൂട്ടാൻ എങ്ങനെയോ ഓക്കെ. അത് തമ്മിൽ കൂടിക്ക് 13 ഒന്ന് കൂട്ടിയാൽ 14 × 4 ഒന്നും കൂട്ടിയാൽ 5. 14 5 25 4 ഒരേ പൊളി ആൻസർ 70 മക്കളെ. സെറ്റ്. എന്താപ്പാ ചെയ്ത്? അതന്നെ ചെയ്ത്. ഇത് 24 സെയിം സാധനം സെയിം സംഭവം. ഇത് 216 പോലും മുറിച്ച് ഇങ്ങോട്ട് വെച്ചാണ്. 216 എങ്ങനെ മുറിച്ച് വെച്ചാ? 2 × 2 × 2 × 3 × 3 × 3 നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എത്ര 2 ഉണ്ട് നോക്ക്? 3 എണ്ണം. അപ്പൊ 2ന്റെ മുകളിൽ 3 എഴുതാം. 3 2കൾ ഉണ്ടെങ്കിൽ 2 എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? എണ്ണം മുകളിൽ എഴുതിയാൽ മതി. അതേപോലെ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് മക്കളെ. ഇവിടെ 3 എണ്ണം കടാ. ഇനി ഫാക്ടേഴ്സ് കാണാൻ നേരത്തെ മാതിരി ഫാക്ടേഴ്സ് ഘടകങ്ങൾ കാണാൻ ഇതിന്റെ അടുത്ത നമ്പർ 3ന്റെ അടുത്ത നമ്പർ കൊണ്ട് അല്ലെങ്കിൽ 1 കൂട്ടാ. മുകളിലുള്ള പവേഴ്സിനോട് 1 കൂട്ടാ. ഈ 3നോട് 1 കൂട്ടാ. 3 1 കൂട്ടിയ 4 × 4 4 4 16. ഒരേ പൊളി 16 ഘടകങ്ങൾ ഉണ്ടാവും. അത്രേ ഉള്ളൂ അല്ലെ? 2 3 എണ്ണം സെറ്റ് കിട്ടില്ല. അപ്പൊ എന്റെ പൊന്നു മക്കളോട് പറയാറുള്ളത്, എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയണം. ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ID. ഈ IDയിൽ സാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ പരീക്ഷ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ യൂട്യൂബിൽ ആഡ് ചെയ്യണമെങ്കിൽ അതും ഈ IDയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇടാം. മാക്സിമം നല്ല ചോദ്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്ത് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലൊക്കെ ഇടാൻ ശ്രമിക്കാം. അത് മാത്രം പോരാ, ഫീഡ്ബാക്കുകളും ഈ ഒരു IDയിലും അതുപോലെ താഴെ കമന്റ് സെക്ഷനിലും ഇടണം. ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിച്ച്. അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്.